Hello guys, welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വിൻറ്റേജ് ടൂൺ പ്രെസെറ്റ് ആണ്. സിനിമാറ്റിക് ലെവലിലുള്ളൊരു വിൻറ്റേജ് ടൂൺ പ്രെസെറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും ട്രെൻഡിങ് ആയിട്ട് നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത്, ഒരു വിൻറ്റേജ് ടൂൺ സ്റ്റൈലിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലത്തെ ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു പ്രെസെറ്റ് ഇട്ടുകൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് ആ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ പ്രെസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ അതിൻ്റെ ബിഫോർ ആഫ്റ്റർ കണ്ടിട്ട് ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മൾ പ്രെസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനെ നിങ്ങൾ താഴെ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ ഇൻ ക്രോം എന്നൊരു ബട്ടൺ കാണാൻ കഴിയും. ജസ്റ്റ് അത് ഓപ്പൺ ഇൻ ക്രോം എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രെസെറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ കാണാൻ കഴിയും. ജസ്റ്റ് സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നേരെ നിങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് പോകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഈ ചാനൽ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്ത് ആ ഒരു വെബ്സൈറ്റിലേക്ക് കയറിയാൽ മതി. അതല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് ഓപ്പൺ ആയി കിട്ടുള്ളൂ. ജസ്റ്റ് ഒരു ഗെറ്റ് ലിങ്ക് എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേറൊരു പേജിലേക്ക് ഓപ്പൺ ആകുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പ്രെസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എല്ലാ വീഡിയോയിലും പോലെ പാസ്വേഡൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു പ്രെസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലോഡാകുന്ന കാണാൻ കഴിയും. ജസ്റ്റ് ലോഡായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു പ്രെസെറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ലൈറ്റ് റൂമിലേക്ക് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അതും ജസ്റ്റ് ഈ ഒരു എക്സ്ട്രാക്റ്റ് എന്നൊരു സെക്ഷനും കൂടി ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഈ ഒരു പ്രെസെറ്റ് ഒന്ന് ഡൗൺലോഡ് ആകട്ടെ. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രെസെറ്റ് ഏകദേശം ഡൗൺലോഡ് ആകാനായിട്ട് ജസ്റ്റ് ആ ഡൗൺലോഡ് ആയതിനു ശേഷം ആ ഒരു പ്രെസെൻ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു കുറേ ഓപ്ഷൻ വന്നിട്ട് ആണെങ്കിൽ ജസ്റ്റ് എക്സ്ട്രാക്റ്റ് ഫയൽസ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നേരെ നിങ്ങൾ ഫയലിൽ പോയതിനു ശേഷം എക്സ്ട്രാക്റ്റ് എന്നുള്ള ബട്ടൺ കാണാമെങ്കിൽ ജസ്റ്റ് എക്സ്ട്രാക്റ്റ് എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എക്സ്ട്രാക്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ ഒരു പ്രെസെറ്റ് എക്സ്ട്രാക്റ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. പാസ്വേഡൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. നമ്മൾ പ്രെസെറ്റ് എക്സ്ട്രാക്റ്റ് ആയതിൻ്റെ അതിനുശേഷം സിനിമാറ്റിക് വിൻറ്റേജ് എന്നുള്ള ഫയലിൽ നമ്മുടെ പ്രെസെറ്റ് കിടപ്പുണ്ടാവും. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ആക്കിയ ശേഷം രണ്ട് സെലക്ട് ചെയ്യുക. രണ്ട് പ്രെസെറ്റാണ് ഉണ്ടാവുക. ജസ്റ്റ് ആ രണ്ട് പ്രെസെറ്റ് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ലൈറ്റ് റൂമിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അതിനുശേഷം നമുക്ക് നേരെ ലൈറ്റ് റൂം ഓപ്പൺ ആക്കാം. ലൈറ്റ് റൂം ഓപ്പൺ ആക്കിയ ശേഷം നമുക്കിങ്ങനെ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ സ്കിപ്പ് അടിക്കാവുന്നതാണ്. ജസ്റ്റ് ആ ത്രിബിളോട്ട് ക്ലിക്ക് ചെയ്യുക. ത്രിബിളോട്ട് ക്ലിക്ക് ചെയ്ത് കോപ്പി സെറ്റിംഗ് അടിക്കുക. അതിനുശേഷം ജസ്റ്റ് നിങ്ങൾക്ക് ഇനി എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോ എടുക്കുക. അതിനുശേഷം ത്രിബിളോട്ട് ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് സെറ്റിംഗ് കൊടുത്താൽ ആ ഒരു ഫോട്ടോൻ്റെ ഫിൽറ്റർ ഈ ഒരു ഫോട്ടോയിലേക്ക് നമുക്ക് ഒറ്റ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇങ്ങനെയാണ് നമുക്ക് ലൈറ്റ് റൂം കോപ്പി പേസ്റ്റ് സെറ്റിംഗ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് കോപ്പി ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് വേറെ ഫോട്ടോയിൽ പേസ്റ്റ് കൊടുത്ത് നമുക്ക് ആ ഒരു ഫോട്ടോയിൽ ഫിൽറ്റർ കിട്ടുന്നതായിരിക്കും. ഓക്കെ. ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. താങ്ക് യു.